ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. LP UP അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സും. SCERT ടെക്സ്റ്റ് ബുക്സ് ബേസ് ചെയ്തുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ക്ലാസ്സുകൾ. 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 6ാമത്തെ ചാപ്റ്ററായ സമന്വയത്തിൻ്റെ ഇന്ത്യ, അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. ക്ലാസ്സിലേക്ക് പോകാം. മധ്യകാലഘട്ടത്തിൽ ദർശനങ്ങളുടെ പരസ്പര സ്വാധീനത്താൽ രൂപം കൊണ്ട രണ്ട് ആശയങ്ങൾ: സൂഫി പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനം. സൂഫി പ്രസ്ഥാനം ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ആഡംബര ജീവിതത്തോട് വൈമുഖ്യം കാണിക്കുകയും ചെയ്തവരാണ് സൂഫികൾ. സൂഫികൾ ഇന്ത്യയിലേക്ക് വന്ന നൂറ്റാണ്ട് 11ാം നൂറ്റാണ്ട്. സൂഫി ഗുരുവിനെ അറിയപ്പെട്ടിരുന്ന പേര് പീർ അഥവാ ഷെയ്ഖ്. അനുയായികൾ അറിയപ്പെട്ടിരുന്ന പേര് മുരീദ് എന്നാണ്. മധ്യകാലഘട്ടത്തിൽ ദർശനങ്ങളുടെ പരസ്പര സ്വാധീനത്താൽ രൂപം കൊണ്ട രണ്ട് ആശയങ്ങളാണ് സൂഫി പ്രസ്ഥാനവും ഭക്തി പ്രസ്ഥാനവും. സൂഫി പ്രസ്ഥാനം ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ആഡംബര ജീവിതത്തോട് വൈമുഖ്യം കാണിക്കുകയും ചെയ്തവരാണ് സൂഫികൾ. സൂഫികൾ ഇന്ത്യയിലേക്ക് വന്ന നൂറ്റാണ്ട് 11ാം നൂറ്റാണ്ട്. സൂഫി ഗുരുവിനെ അറിയപ്പെട്ടിരുന്ന പേര് പീർ അഥവാ ഷെയ്ഖ്. അനുയായികൾ അറിയപ്പെട്ടിരുന്ന പേര് മുരീദ്. സൂഫികളുടെ താമസ സ്ഥലങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര് ഖാൻഗാഹുകൾ. സൂഫി വര്യന്മാരിൽ പ്രസിദ്ധൻ ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി, അജ്മീർ. സൂഫി കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തിഗാനങ്ങൾ ഖവാലികൾ. ഭരണാധികാരികളും പൊതുജനങ്ങളും ഒരുപോലെ ബഹുമാനിച്ചിരുന്ന സൂഫി വര്യനാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. നിസാമുദ്ദീൻ ഔലിയയുടെ കേന്ദ്രം ഡൽഹി. ദൈവത്തോടടുക്കാനുള്ള മാർഗമായി സൂഫികൾ കണക്കാക്കിയത് ഭക്തി. സൂഫി വര്യന്മാർ അവരുടെ സ്ഥലം: ബാബ ഫരീദ് അയോധാൻ, സയ്യിദ് മുഹമ്മദ് ജേസുദറാസ് ഗുൽബർഗ, ഷാ ആലം ബുഖാരി ഗുജറാത്ത്, ബഹാഉദ്ദീൻ സക്കറിയ മുൾട്ടാൻ, ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹർവർദി സിൽഹറ്റ്. ഒന്നുകൂടെ നോക്കാം. ബാബ ഫരീദ് അയോധാൻ, സയ്യിദ് മുഹമ്മദ് ജേസുദറാസ് ഗുൽബർഗ, ഷാ ആലം ബുഖാരി ഗുജറാത്ത്, ബഹാഉദ്ദീൻ സക്കറിയ മുൾത്താൻ, ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി സിൽഹത്ത്. സൂഫിസം എന്ന വാക്കിൻ്റെ ഉത്ഭവം തസവുഫ് എന്ന പദത്തിൽ നിന്നും. സൂഫിസം എന്ന വാക്ക് ഉണ്ടായത് കമ്പിളി എന്നർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്ന്, അഥവാ ശുദ്ധി എന്നർത്ഥം വരുന്ന സഫ എന്ന വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന വാക്ക് ഉണ്ടായത്. ഭക്തി പ്രസ്ഥാനം. ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്ടദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കുക. ദൈവഭക്തിയെ അടിസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും പൊതുവെ അറിയപ്പെടുന്ന പേരും ഭക്തി പ്രസ്ഥാനം. ഒരു ജനകീയ പ്രസ്ഥാനമാക്കി ഭക്തി ആദ്യം വളർന്നു വന്നത് ദക്ഷിണേന്ത്യയിൽ. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രശസ്ത ശൈവ സന്യാസി അപ്പർ. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകർ ഭക്തകവികളായ സന്യാസിമാർ. ആദ്യകാല ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരാണ് ആഴ്വാർമാരും നായനാർമാരും. ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വിഷ്ണു ഭക്തരാണ് ആഴ്വാർമാർ. ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശിവഭക്തർ നായനാർമാർ. ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സന്യാസിമാർ ആണ്ടാൾ വൈഷ്ണവ കാരയ്ക്കൽ അമ്മയാർ. നായനാർമാർ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ തൊഴിലാളികൾ, കർഷകർ, വേട്ടക്കാർ, സൈനികർ, ബ്രാഹ്മണർ, മുഖ്യനാർ. നായനാർമാരുടെ കൃതികൾ സമാഹരിക്കപ്പെട്ടത് ഏതു പേരിലാണ്? തേവാരം. നെക്സ്റ്റ്, വീരശൈവ പ്രസ്ഥാനം. 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. ലിംഗായത്തുകൾ എന്നറിയപ്പെട്ടിരുന്നത് വീരശൈവർ. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ബസവണ്ണ. ലിംഗവിവേചനത്തിനും ജാതി വിവേചനത്തിനുമെതിരെ ആദ്യമായി രംഗത്ത് വന്ന പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. വീരശൈവർ ശിവഭക്തരാണ്. വചന സാഹിത്യത്തിന് പ്രചാരം നൽകിയത് ബസവണ്ണ.
വചനസാഹിത്യം കന്നഡ ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചനസാഹിത്യം. വചനസാഹിത്യത്തിൽ ഉൾപ്പെടുന്നത് ഗദ്യരൂപത്തിലുള്ള കവിതകളാണ്. വചനസാഹിത്യം പ്രസിദ്ധമായത് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്? വീരശൈവ പ്രസ്ഥാനം. വചനസാഹിത്യത്തിലെ പ്രമുഖർ ബസവണ്ണ, അല്ലമ പ്രഭു, അക്ക മഹാദേവി. കന്നഡ ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചനസാഹിത്യം. വചനസാഹിത്യത്തിൽ ഉൾപ്പെടുന്നത് ഗദ്യരൂപത്തിലുള്ള കവിതകളാണ്. വചനസാഹിത്യം പ്രസിദ്ധമായത് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്? വീരശൈവ പ്രസ്ഥാനം. വചനസാഹിത്യത്തിലെ പ്രമുഖരാണ് ബസവണ്ണ, അല്ലമ പ്രഭു, അക്ക മഹാദേവി. 12ാം നൂറ്റാണ്ടിൽ ലിംഗായത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു ജനാധിപത്യ വേദിയാണ് അനുഭവ മണ്ഡപം. 12ാം നൂറ്റാണ്ടിൽ ലിംഗായത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു ജനാധിപത്യ വേദിയാണ് അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപത്തിൻ്റെ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബസവണ്ണ. തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആദ്യമായി വിശദീകരിച്ചത് ബസവണ്ണ. വീരശൈവ പ്രസ്ഥാനം മുന്നോട്ട് വച്ച ആശയങ്ങൾ: അധ്വാനത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു, ജാതി വ്യവസ്ഥയെ എതിർത്തു, സ്ത്രീ പുരുഷ സമത്വത്തിന് പ്രാധാന്യം നൽകി, വിധവാ വിവാഹം, മിശ്രഭോജനം, പ്രായപൂർത്തി വിവാഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു, പുനർജന്മ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്തു, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. വീരശൈവ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്: അധ്വാനത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു, ജാതി വ്യവസ്ഥയെ എതിർത്തു, സ്ത്രീ പുരുഷ സമത്വത്തിന് പ്രാധാന്യം നൽകി, വിധവാ വിവാഹം, മിശ്രഭോജനം, പ്രായപൂർത്തി വിവാഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു, പുനർജന്മ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്തു, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഭക്തി പ്രസ്ഥാനം ഉത്തരേന്ത്യയിൽ. നേതാക്കൾ: സംസ്ഥാനം: ലാൽദേദ് കാശ്മീർ, വല്ലഭാചാര്യർ ഗുജറാത്ത്, ശങ്കരദേവ ആസാം, നാമദേവ് തുക്കാറാം മഹാരാഷ്ട്ര, ചൈതന്യൻ ബംഗാൾ, മീരാഭായി രാജസ്ഥാൻ, ഗുരുനാനാക്ക് പഞ്ചാബ്. ഭക്തി പ്രസ്ഥാനം ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ചവരിൽ പ്രമുഖർ: കബീർ, ഗുരുനാനാക്ക്. കബീറിൻ്റെ പ്രധാന ആശയങ്ങൾ: ഹിന്ദു മതവും ഇസ്ലാം മതവും തമ്മിൽ സാഹോദര്യ ബന്ധം വളർത്തി, ജാതി, മതം, വർണ്ണം, കുടുംബം, സമ്പത്ത് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തെ എതിർത്തു, മാനവിക ഐക്യത്തിന് ഊന്നൽ നൽകി, വിഗ്രഹാരാധന, തീർത്ഥാടനം, പുണ്യനദീ സ്നാനം എന്നിവയെ നിരാകരിച്ചു, സന്യാസം സ്വീകരിക്കുന്നതിനായി ഗാർഹിക ജീവിതം ഉപേക്ഷിക്കുന്നതിനെ എതിർത്തു. ഗുരുനാനാക്കിൻ്റെ പ്രധാന ആശയങ്ങൾ: ഏകദൈവ വിശ്വാസത്തിന് ഊന്നൽ നൽകി, ഹിന്ദു ഇസ്ലാം മതങ്ങളിലെ തത്വങ്ങളെ ഏകീകരിച്ചു, മതസഹിഷ്ണുത, സാർവത്രിക സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ചു, വിഗ്രഹാരാധന, തീർത്ഥാടനം എന്നിവയെ എതിർത്തു. ഏത് ജാതിയിൽപ്പെട്ടവരും ഒരു പൊതു അടുക്കള അഥവാ ലങ്കർ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകണമെന്ന് അഭിപ്രായപ്പെട്ടു. ഗുരുനാനാക്കിൻ്റെ പ്രധാന ആശയങ്ങൾ: ഏകദൈവ വിശ്വാസത്തിന് ഊന്നൽ നൽകി, ഹിന്ദു ഇസ്ലാം മതങ്ങളിലെ തത്വങ്ങളെ ഏകീകരിച്ചു, മതസഹിഷ്ണുത, സാർവത്രിക സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിച്ചു, വിഗ്രഹാരാധന, തീർത്ഥാടനം എന്നിവയെ എതിർത്തു. ഏത് ജാതിയിൽപ്പെട്ടവരും ഒരു പൊതു അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകണമെന്ന് അഭിപ്രായപ്പെട്ടു. അടുക്കളയ്ക്ക് ലങ്കർ എന്നും അറിയപ്പെടുന്നു. ഷാബാദ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ സംഭാവന ചെയ്തത് ഗുരുനാനാക്ക് ആണ്. നാനാക്കിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് ഏത് മതത്തിൻ്റെ ഉത്ഭവത്തിന് വഴിതെളിച്ചു? സിഖ് മതം. ഭക്തിയിലെ സ്ത്രീ സാന്നിധ്യം. ഭക്തി പ്രസ്ഥാനത്തിൽ പ്രധാനിയായ രാജസ്ഥാനിലെ കവയിത്രിയാണ് മീരാബായി. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രമുഖരായ സ്ത്രീകൾ: ലാൽദേവ് കാശ്മീർ, ഫഹിനാഫായി മഹാരാഷ്ട്ര, അക്ക മഹാദേവി കർണാടക, ആണ്ടാൾ കാരയ്ക്കൽ അമ്മയാർ തമിഴ്നാട്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ: സാമൂഹിക സമത്വം എന്ന ചിന്ത ശക്തിപ്പെട്ടു, സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം രൂപപ്പെട്ടു, പ്രാദേശിക ഭാഷകൾ വികസിച്ചു, അനാചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. പ്രാദേശിക ഭാഷകളുടെ വളർച്ച. ഭക്തി സൂഫി പ്രബോധകർ സംസാര ഭാഷയായി ഉപയോഗിച്ചിരുന്നത് ഹിന്ദിയുടെ 2 രൂപങ്ങളായ ബ്രജും വജ്രഭാഷ അവധിയും. മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട മറ്റു ഭാഷകളാണ് പഞ്ചാബി, കന്നഡ, തെലുങ്ക്, ഒറിയ, ബംഗാളി, ആസാമീസ്, മറാത്തി, സിന്ധി, മലയാളം. മധ്യകാലത്തെ കോടതി ഭാഷയാണ് പേർഷ്യൻ. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ നോക്കാം. സാമൂഹ്യ സമത്വം എന്ന ചിന്ത ശക്തിപ്പെട്ടു, സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം രൂപപ്പെട്ടു, പ്രാദേശിക ഭാഷകൾ വികസിച്ചു, അനാചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു,
പ്രാദേശിക ഭാഷകളുടെ വളർച്ച. ഭക്തി, സൂഫി പ്രബോധകർ സംസാര ഭാഷയായി ഉപയോഗിച്ചിരുന്നതും ഹിന്ദിയുടെ 2 രൂപങ്ങളായ ബ്രജ് വജ്രഭാഷ, അവധിയും. മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട മറ്റു ഭാഷകളാണ് പഞ്ചാബി, കന്നഡ, തെലുങ്ക്, ഒറിയ, ബംഗാളി, ആസാമീസും, മറാത്തി, സിന്ധി, മലയാളം. മധ്യകാലത്തെ കോടതി ഭാഷയാണ് പേർഷ്യൻ. പേർഷ്യനും ഹിന്ദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഭാഷയാണ് ഉറുദു. മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിലെ സാംസ്കാരിക സമന്വയത്തിന്റെ ഉദാഹരണമായി കണക്കാക്കുന്ന ഭാഷ ഉറുദു. ഉറുദു എന്ന വാക്കിന്റെ വാച്യാർത്ഥം ക്യാമ്പ്. വിവിധ ഭാഷക്കാരായ പട്ടാളക്കാർ തമ്മിൽ സംസാരിക്കാൻ ഉപയോഗിച്ച ഭാഷയാണ് ഉറുദു. പശ്ചിമ തീരപ്രദേശങ്ങളിൽ കച്ചവടക്കാർ ഉപയോഗിച്ചിരുന്ന ഭാഷ അറബി. കേരളത്തിൽ അറബികളുടെ സ്വാധീനം മൂലം രൂപം കൊണ്ട മിശ്ര ഭാഷാ രൂപമാണ് അറബി മലയാളം. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഷയായി നിലകൊണ്ടത് സംസ്കൃതമാണ്. വിജയനഗര ഭരണാധികാരികളുടെ സഭകളിൽ ആഘോഷ അവസരങ്ങൾ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് സംസ്കൃതം. സംസ്കൃതത്തിലുള്ള ബഹുജന സാഹിത്യങ്ങൾ, പുരാണങ്ങൾ, രാമായണം, മഹാഭാരതം. മധ്യകാലഘട്ടത്തിലെ പ്രസിദ്ധനായ പേർഷ്യൻ എഴുത്തുകാരനാണ് അമീർ ഖുസ്രു. പേർഷ്യൻ ഭാഷയിലേക്ക് തർജിമ ചെയ്യപ്പെട്ട ഇന്ത്യൻ കൃതികൾ രാമായണം, മഹാഭാരതം, അഥർവവേദം, ഉപനിഷത്തുക്കൾ. കൽഹണൻ രചിച്ച ചരിത്ര ഗ്രന്ഥമാണ് രാജതരംഗിണി. രാജതരംഗിണി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് ആരുടെ കാലത്താണ്? കാശ്മീർ രാജാവായിരുന്ന സൈനുലാബ്ദീന്റെ കാലത്ത്. ഭാഷ, കൃതികൾ അഥവാ സാഹിത്യശാഖ, രചയിതാക്കളുടെ പേരും. ഫസ്റ്റ് ബംഗാളി. മഹാഭാരതം ബംഗാളിലേക്ക് വിവർത്തനം ചെയ്തു ശ്രീ കരനന്ദി കവീന്ദ്രർ. ബംഗാളി രാമായണം കൃത്തിവാസ ഓജ. മറാത്തി ഗീതങ്ങൾ വമന പണ്ഡിറ്റ്, കാവ്യങ്ങൾ സരളദാസ. തെലുങ്ക്. മഹാഭാരതം തെലുങ്കിലേക്ക് വിവർത്തനം ചെയ്തത് നന്നയ്യ തിക്കന യരപ്രഗത. തമിഴ് തിരുമുരൈ, അപ്പർ സംബന്ധർ. 4000 ദിവ്യ പ്രബന്ധം ആഴ്വാർമാർ. കന്നഡ കവിരാജമാർഗം അമോഘവർഷൻ. മലയാളം അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛൻ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്ന വികാസം പ്രാപിച്ച ഭാഷയാണ് ഹിന്ദി. ഹിന്ദിയിൽ ധർമ്മോപദേശം നടത്തിയവർ രാമാനന്ദനും കബീറും. ഹിന്ദി സാഹിത്യത്തിലെ മികച്ച സൃഷ്ടികളാണ് കബീറിന്റെ ദോഹകൾ, സൂർദാസിന്റെ സൂർസാഗർ, തുളസീദാസിന്റെ രാമചരിതമാനസ്, മീരാബായിയുടെ ഭജനകൾ, മാലിക് മുഹമ്മദ് ജായസിയുടെ പത്മാവതി. ഹിന്ദി സാഹിത്യത്തിലെ മികച്ച സൃഷ്ടികൾ കബീറിന്റെ ദോഹകൾ, സൂർദാസിന്റെ സൂർസാഗർ, തുളസീദാസിന്റെ രാമചരിതമാനസം, മീരാബായിയുടെ ഭജനകൾ, മാലിക് മുഹമ്മദ് ജായസിയുടെ പത്മാവതി. നെക്സ്റ്റ് സംഗീതം. സൂഫി ആചാരമായ സാമയ്ക്ക് രൂപം നൽകിയ സംഗീതജ്ഞനാണ് അമീർ ഖുസ്രു. ഖവാലി തുടങ്ങുന്നതിന് അവസാനിക്കുന്നതിനും മുമ്പ് ഒരു പ്രാർത്ഥനാഗീതം പാടി ദൈവത്തെ സ്തുതിക്കുക എന്നതായിരുന്നു സാമ. അമീർ ഖുസ്രു കർണാടക സംഗീതം അഭ്യസിച്ചത് ആരിൽ നിന്ന്? നായിക് ഗോപാലിൽ നിന്നും. കർണാടക സംഗീതത്തിൽ പ്രമുഖർ നായിക് ഗോപാൽ. പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി ഉത്തരേന്ത്യയിൽ രൂപം കൊണ്ട പുതിയ സംഗീത ശൈലി അറിയപ്പെട്ട പേരും ഹിന്ദുസ്ഥാനി സംഗീതം. മധ്യകാലത്തെ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരിൽ പ്രമുഖർ അമീർ ഖുസ്രു. മധ്യകാലഘട്ടത്തിൽ പ്രചാരം നേടിയ ആലാപന രീതികളാണ് ഖയാൽ, തുമ്രി. മധ്യകാലഘട്ടത്തിൽ പ്രചാരം നേടിയ പുതിയ സംഗീതോപകരണങ്ങൾ സിത്താർ, സാരംഗി, തബല. ഒന്നുകൂടെ നോക്കാം. സംഗീതം. സൂഫി ആചാരമായ സാമയ്ക്ക് രൂപം നൽകിയ സംഗീതജ്ഞനാണ് അമീർ ഖുസ്രു. ഖവാലി തുടങ്ങുന്നതിന് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനാ ഗീതം പാടി ദൈവത്തെ സ്തുതിക്കുക എന്നതായിരുന്നു സാമ. അമീർ ഖുസ്രു കർണാടക സംഗീതം അഭ്യസിച്ചത് ആരിൽ നിന്ന്? നായിക് ഗോപാലിൽ നിന്ന്. കർണാടക സംഗീതത്തിൽ പ്രമുഖ നായിക് ഗോപാൽ. പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി ഉത്തരേന്ത്യയിൽ രൂപം കൊണ്ട പുതിയ സംഗീത ശൈലി അറിയപ്പെട്ട പേര് ഹിന്ദുസ്ഥാനി സംഗീതം. മധ്യകാലത്തെ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരിൽ പ്രമുഖർ അമീർ ഖുസ്രു. മധ്യകാലഘട്ടത്തിൽ പ്രചാരം നേടിയ ആലാപന രീതികളാണ് ഖയാൽ, തുമ്രി. മധ്യകാലഘട്ടത്തിൽ പ്രചാരം നേടിയ പുതിയ സംഗീതോപകരണങ്ങൾ സിത്താർ, സാരംഗി, തബല.
ഖയാൽ എന്ന സംഗീത രീതിയും ഗസലുകളും ഇന്ത്യയിൽ വികാസം പ്രാപിക്കുന്നത് ആരിലൂടെയാണ്? സൂഫികളിലൂടെ. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സംഗീത കൃതിയാണ് രാഗദർപ്പൺ. അക്ബർ ചക്രവർത്തിയുടെ 36 സംഗീതജ്ഞരിൽ പ്രസിദ്ധൻ താൻസൻ. ഹിന്ദുസ്ഥാനി സംഗീതത്തെ സമ്പന്നമാക്കിയ താൻസന്റെ പ്രധാന സംഭാവനയാണ് ദർബാറി രാഗം. 13-ാം നൂറ്റാണ്ടിൽ സംഗീത രത്നാകരം എന്ന ഗ്രന്ഥം രചിച്ചത് ഷാർങ്ങ ദേവൻ. പേർഷ്യൻ അറബി സംഗീതം ദക്ഷിണേന്ത്യയിലെ കർണാടക സംഗീതത്തെ സ്വാധീനിച്ച കാലഘട്ടം. വിജയനഗര രാജാക്കന്മാരുടെ കാലഘട്ടം. വാസ്തുവിദ്യയും ചിത്രകലയും. മധ്യകാല ഇന്ത്യയിൽ വികാസം പ്രാപിച്ച വാസ്തുവിദ്യാ ശൈലികൾ ദ്രാവിഡ, നാഗര, ഇൻഡോ പേർഷ്യൻ ശൈലികൾ. മുഗൾ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ചിത്രകലാ രീതി അറിയപ്പെടുന്ന പേര് സൂക്ഷ്മ ചിത്രകല. പുസ്തകങ്ങളിലെ ചിത്രങ്ങളെ പോലെ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുക എന്ന രീതിയിൽ ഇന്ത്യൻ ശൈലിയും പേർഷ്യൻ ശൈലിയും കലർത്തിയുണ്ടാക്കിയ ചിത്രകലാ ശൈലിയാണ് സൂക്ഷ്മ ചിത്രകല. മുഗൾ ചിത്രകലാ ശൈലിയുടെ ഉപജ്ഞാതാക്കൾ മീർ സയ്യിദ് അലി അബ്ദുസമദ്. അക്ബറിന്റെ കാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ദസ്വന്ത്. പേർഷ്യൻ കലാകാരന്മാരുമായി ബന്ധം സ്ഥാപിച്ച മുഗൾ ഭരണാധികാരിയാണ് ഹുമയൂൺ. ജഹാംഗീറിന്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന മികച്ച ചിത്രകാരന്മാർ ബിഷൻദാസ്, അബുൾ ഹസൻ. ജഹാംഗീറിന്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന മികച്ച ചിത്രകാരന്മാർ ബിഷൻദാസ്, അബുൾ ഹസൻ. ഷാജഹാന്റെ കാലത്ത് ജീവിച്ചിരുന്ന ചിത്രകാരനാണ് കല്യാൺ ദാസ്. മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ചിത്രകാരന്മാരുടെ സംഘങ്ങൾ ഏതെല്ലാം പ്രദേശങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു? ഗുജറാത്ത്, കാശ്മീർ, ഡക്കാൻ. മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട പാരമ്പര്യ ശൈലിയും മുഗള ശൈലിയും സമന്വയിപ്പിച്ച ചിത്രകലാ രീതിയാണ് രാജസ്ഥാൻ ചിത്രകലാരീതി. മധ്യകാല ഇന്ത്യയിലെ സംസ്കാര സമന്വയത്തിന്റെ ഏറ്റവും വലിയ മാതൃകകൾ ദിൻ-ഇ-ഇലാഹി സിഖ് മതം. രാജാവിനാൽ സ്വാധീനിക്കപ്പെട്ട മാതൃക ദിൻ-ഇ-ഇലാഹി. ജനങ്ങളിൽ നിന്ന് രൂപപ്പെട്ട മാതൃകയാണ് സിഖ് മതം. നെക്സ്റ്റ് വരുന്നത് വാസ്തുവിദ്യാ ശൈലിയും അവയുടെ നിർമ്മിതിയും. ദ്രാവിഡ ശില്പകല. ബൃഹദേശ്വര ക്ഷേത്രം, തഞ്ചാവൂർ. നാഗര ശില്പകല. കാന്തര്യ ക്ഷേത്രം, ഖജുരാവോ. ഇൻഡോ പേർഷ്യൻ ശില്പകല, ചെങ്കോട്ട, ഡൽഹി. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും ആരും മറക്കരുത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.